بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال الإمام السعدي رحمه الله: الحديث السادس، آرامة حديث. عن عبد الله بن عمرو رضي الله عنهما قال: قال رسول الله صلى الله عليه وسلم: المسلم من سلم المسلمون من لسانه ويده، والمهاجر من هجر ما نهى الله عنه، متفق عليه. وزاد الترمذي والنسائي: والمؤمن من أمنه الناس على دمائهم وأموالهم. وزاد البيهقي: والمجاهد من جاهد نفسه في طاعة الله. طيب. ഒന്നാമത്തെ ഹദീസ് അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് ഇബ്നു വായിൽ റളിയല്ലാഹു അൻഹു, കുനിയതുഹു അബൂ മുഹമ്മദ് അൽ ഖുറശി. قال رسول الله صلى الله عليه وسلم: المسلم من سلم المسلمون من لسانه ويده. ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ടാമത്തത് വസാദ തിർമിദി വന്നസായി. ഇമാം തിർമിദിയും അതുപോലെ ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്തത്. والمؤمن من أمنه الناس على دمائهم وأموالهم. هذا من حديث أبي هريرة. തിർമിദിയും നസായിയും റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അതിന്റെ റിപ്പോർട്ട്, റാവി. മൂന്നാമത്തത് വസാദൽ ബൈഹഖി വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫി തആത്തില്ലാഹ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനലും ഉദ്ധരിച്ചുള്ള ഹദീസാണ്. അതുപോലെ ബൈഹഖി അദ്ദേഹത്തിന്റെ ഫി ശുഅബ്. ആ ഹദീസ് മിൻ ഹദീസ് ഫദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹാബി ഫദാലത്തു ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ആണ്. ഈ മൂന്ന് ഹദീസുകൾ ഇവിടെ ഒന്നിച്ച് ജമ്മു ചെയ്തിരിക്കുകയാണ്. നേരെ മറിച്ച് മൂന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ല, നേരത്തെ മറിച്ച് ഒന്നാമത്തെ ഹദീസാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ്. രണ്ടാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഹദീസ് ഫദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു. طيب. فقال رسول الله صلى الله عليه وسلم: المسلم من سلم المسلمون من لسانه ويده. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കും. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ ഹജർ ചെയ്യുന്നവനാണ്, ഉപേക്ഷിക്കുന്നവനാണ്. രണ്ടാമത്തെ ഹദീസിൽ വൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നും ജനങ്ങൾ അവരുടെ രക്തത്തിലും രക്തത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിലും അവനിൽ നിന്ന് നിർഭയരായിരിക്കും, സുരക്ഷിതരായിരിക്കും. അവനാണ് ഒരു മുഅ്മിൻ. മൂന്നാമത്തെ വൽ മുജാഹിദു, ഒരു മുജാഹിദ് അവൻ ആരാണ്? മൻ ജാഹദ നഫ്സഹു ഫി തആത്തില്ലാഹ്. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നവനാണ്. അള്ളാഹുവിനോടുള്ള ത്വാഅത്തിലായിക്കൊണ്ട് തന്റെ നഫ്സിനോട്, സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നവനാണ് ഒരു മുജാഹിദ്. في هذا الحديث يبين عليه الصلاة والسلام معاني هذه الأسماء الجليلة والتي رتب عليها سعادة المرء في الدنيا وفي الأخرى، وهي الإسلام والإيمان والهجرة والجهاد.
ഇത്രയും ഇത്രയും പേരുകൾ, അതാണ് ഈ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്. ഒരു മുസ്ലിം അതായത് ഇസ്ലാം, ഒരു മുഅ്മിൻ അതായത് ഈമാൻ, അതേപോലെ തന്നെ മുഹാജിർ ഹിജ്റ, അതേപോലെ മുജാഹിദ് ജിഹാദ്, യഥാർത്ഥത്തിൽ എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങളിലൂടെയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും അവന്റെ ആഖിറത്തിലുമുള്ള സആദത്ത്, അവന്റെ സന്തോഷം. വഹിയൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഹിജ്റ വൽ ജിഹാദ്. وقد ذكر النبي صلى الله عليه وسلم معاني هذه الأسماء بتعريف جامع شامل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുക്കി എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ വ്യക്തമാക്കി ഈ ഹദീസുകളിൽ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്, ഒരു മുഅ്മിൻ ആരാണ്, ഒരു മുഹാജിർ ആരാണ്, ഒരു മുജാഹിദ് ആരാണ്. فليست هي مجرد أسماء يتسمى بها العبد أو يلقب بها العبد أو ينتسب بها العبد أو ينتسب إليه الإنسان دون أن يحقق تلك المعاني التي من أجلها ذكرت هذه الأسماء. ഈ പേരുകൾ അതതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് തഹ്ഖീഖ് ചെയ്യാതെ, യാഥാർത്ഥ്യവൽക്കരിക്കാതെ വിളിക്കപ്പെടുന്ന പേരുകളല്ല. ഒരാളൊരു മുസ്ലിം എന്ന് പറയൽ, മുഅ്മിൻ എന്ന് പറയൽ, മുജാഹിദ് എന്ന് പറയൽ, മുഹാജിർ എന്ന് പറയൽ, അത് വെറും പേരുകളല്ല. ആ പേരുകൾ കൊണ്ട് അയാൾ വിളിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അയാൾ യാഥാർത്ഥ്യവൽക്കരിച്ചിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. ഫബയ്യന അലൈഹി സ്വലാത്തു വസ്സലാം അന്നൽ മുസ്ലിമ മൻ സലിമൽ മുസ്ലിമൂൻ മിൻ ലിസാനിഹി വയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം വ്യക്തമാക്കി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കും. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അതാണ് ഒരു മുസ്ലിം. വമഅനൽ മുസ്ലിം ഐ അൽ മുസ്ലിം അല്ലദി ഹഖഖൽ ഇസ്ലാം. ഇസ്ലാമിനെ തഹ്ഖീഖ് ചെയ്ത ഒരു മുസ്ലിം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശം. ഇസ്ലാമിനെ യാഥാർത്ഥ്യവൽക്കരിച്ച ഒരു മുസ്ലിം അവൻ ആരായിരിക്കും? അവന്റെ കൈകളിൽ നിന്നും അവന്റെ നാവിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കും. അല്ലദി ഹഖഖൽ ഇസ്ലാം വഖമുല ഇസ്ലാമു. ഇസ്ലാമിനെ തഹ്ഖീഖ് ചെയ്യുകയും യാഥാർത്ഥ്യവൽക്കരിക്കുകയും അവരുടെ ഇസ്ലാം പൂർത്തിയാകുകയും ചെയ്ത, പൂർണ്ണമാകുകയും ചെയ്ത ഒരുവൻ, അതാണ് അവിടെ മുസ്ലിം എന്നുകൊണ്ട് ഉദ്ദേശം. ولا يكون ذلك بالحفاظ على حقوق بدءا بحقوق الله جل وعلا ثم بحقوق الخلق. അങ്ങനെയുള്ളൊരു മുസ്ലിം, അതായത് ഇസ്ലാമിനെ തഹ്ഖീഖ് ചെയ്തൊരു മുസ്ലിം, അവന് ആ ദറജയിലെത്താൻ സാധിക്കുന്നതല്ല അവന് ഇസ്ലാമിന്റെ ഹുക്കൂക്കുകൾ പാലിച്ചിട്ടല്ല. ഏറ്റവും ആദ്യത്തെ ഹക്ക് അല്ലാഹു തആലയോടുള്ള ഹക്കാണ്, അതിനുശേഷം അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ഹക്കാണ്. അത് സംരക്ഷിച്ചവനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തഹ്ഖീഖ് ചെയ്തവൻ. ولا يمكن للعبد أن يحافظ على حقوق الخلق حتى يسلم منه الناس من شره وأذيته. ഇപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ ഹക്ക്, അവകാശം, അതിനെ സംരക്ഷിക്കാൻ ഒരുവന് സാധിക്കുന്നതല്ല, അതിനെ പൂർത്തീകരിക്കാൻ ഒരുവന് സാധിക്കുന്നതല്ല. എങ്ങനെയല്ലാതെ? അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും അവന്റെ ഷർറിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായാലല്ലാതെ. സവാഅൻ കാന ബൈനഹും ഔ കാന ഗായിബൻ അൻഹും ബഈദൻ അൻഹും. ഒന്നുകിൽ അവൻ ആ മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനായിരിക്കും, അങ്ങനെ അവന്റെ കൈകളെ കൊണ്ട് ആ മുസ്ലിമീങ്ങൾക്ക് ഷർറുണ്ടാവും. അല്ലെങ്കിൽ അവൻ ആ ജനങ്ങളിൽ നിന്ന് വിദൂരത്തായി കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ നാവിനെ കൊണ്ട് ആ ജനങ്ങൾക്ക് ഷർറുണ്ടാവും. ഇപ്പൊ രണ്ടു തരത്തിലുള്ള ഷർറുകളിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ അവനിൽ നിന്ന് സുരക്ഷിതനായിരിക്കും. അവനാണ് ഒരു മുസ്ലിം.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിൻ ലിസാനിഹി വയദ്. ഒന്നുകിൽ അവൻ ബഈദായിരിക്കും, ദൂരെയായിരിക്കും, അല്ലെങ്കിൽ അവർക്കിടയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൈകൾ കൊണ്ട് അവന് പ്രയാസമുണ്ടാക്കും മറ്റു മുസ്ലിങ്ങൾക്ക്. അത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഷർറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കും അവരിൽ നിന്ന്. ഇപ്പൊ നാവ് കൊണ്ടുള്ള ഷർറ് എന്താണ്? നാവ് കൊണ്ടുള്ള ഉപദ്രവം, ഗീബത്ത്, അതുപോലെ തന്നെ നമീമ, അതുപോലെയുള്ള കാര്യങ്ങൾ. ഫലാ യഗ്താബു അഹദൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളോടും അവന് ഗീബത്ത് പറയുകയില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവൻ ഗീബത്ത് പറയുകയില്ല. വലാ യൻഖുലു മിൻ അഹദിൻ ഇലാ അഹദിൻ അന്നമീമ ലിയഫ്സിദ ബൈനഹും. അതേപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമീമത്തും പറയുകയില്ല. അങ്ങനെ ജനങ്ങൾ അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരായിത്തീരും മുസ്ലിമീങ്ങൾ. അതാണ് മിൻ ലിസാനിഹി. പിന്നെ വയദിഹി, അവന്റെ കയ്യിൽ നിന്നും മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്. വദാലിക ബിഖിതാലിഹിം വറഫിസ്സില അലൈഹിം, ജനങ്ങൾക്ക് നേരെ വാളോങ്ങുക, അവരെ കൊലപ്പെടുത്തുക, വസഫ്കി ദിമാഇഹിം, അവരുടെ രക്തം ചിന്തുക, വഗൈറ ദാലിക, അതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ട് മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്. ഹാദാ ഹുവൽ മുസ്ലിം, അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അപ്പൊ അതിനർത്ഥം എന്താണ്? അന്നൽ ഇസ്ലാം യദ്ഉ ഇലസ്സലാം, സലാമിലേക്ക്, സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്ന മതമാണ്, ദീനാണ് ഇസ്ലാം. നാവ് കൊണ്ടുള്ള ഷർറില്ല, കൈകളെ കൊണ്ടുള്ള ഷർറില്ല. വയദ്ഉ ഇലാ തഹ്ഖീഖിസ് സലാം, സലാം, സമാധാനം, അതിനെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന മതമാണ്, ദീനാണ് ദീനുൽ ഇസ്ലാം. അവനാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം. ഇസ്ലാമിനെ തഹ്ഖീഖ് ചെയ്തൊരു മുസ്ലിം അങ്ങനെയാണ്. ثم بين عليه الصلاة والسلام والمهاجر من هجر ما نهى الله عنه. ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ ഹജർ ചെയ്യുന്നവനാണ്, അതിനെ വെടിയുന്നവനാണ്, ഉപേക്ഷിക്കുന്നവനാണ്. അതായത് അൽ മുഹാജിർ അൽ ഹഖീഖി, യഥാർത്ഥത്തിലുള്ള ഒരു മുഹാജിർ, അല്ലദീ യഹ്ജുറു മാ നഹى الله عنه, അവൻ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ ഹജർ ചെയ്യുന്നവനാണ്, ഉപേക്ഷിക്കുന്നവനാണ്. യഹ്ജുറുൽ മആസി, യഹ്ജുറു ദുനൂബ്, യഹ്ജുറു അശ്ശിർക്ക് വൽ ബിദഅ. അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ടോ, തിന്മകൾ, പാപങ്ങൾ, അതുപോലെ ശിർക്ക്, ബിദഅത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹജർ ചെയ്യുന്നവനാണ്, ഉപേക്ഷിക്കുന്നവനാണ് ഒരു മുഹാജിർ. അവനാണ് യഥാർത്ഥത്തിൽ മുഹാജിർ. ഹിജ്റ, അതിനെ തഹ്ഖീഖ് ചെയ്തവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ചവൻ. വൈൻ വഖഅ ഫീഹ, ഇനി അല്ലാഹു തആല വിരോധിച്ച അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിലോ വീണുപോയാൽ, വല്ല തിന്മയിലോ പാപങ്ങളിലോ വീണുപോയാൽ, സുർആന മാ യതൂബ് വയർജി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, എത്രയും വേഗത്തിൽ അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് തൗബ ചെയ്ത് തന്റെ റബ്ബിലേക്ക് മടങ്ങും. അവനാണ് ഒരു മുഹാജിർ. തയ്യിബ്. وهكذا ثم بين عليه الصلاة والسلام كذلك من هو المؤمن. ആരാണ് ഒരു മുഅ്മിൻ? അൽ മുഅ്മിനു മൻ അമിനഹു الناس على دمائهم وأموالهم. മറ്റു ജനങ്ങൾക്ക് അവരുടെ സമ്പത്തിലും അവരുടെ രക്തത്തിലും മറ്റു ജനങ്ങൾ അവനിൽ നിന്ന് നിർഭയനായിരിക്കും, നിർഭയത്വമുള്ളവരായിരിക്കും. അതായത് ആ മുഅ്മിനായിട്ടുള്ളവൻ, അവൻ തങ്ങളുടെ രക്തം ചിന്തുകയില്ല, തങ്ങളുടെ സമ്പത്ത് അപഹരിക്കുകയില്ല എന്ന നിർഭയത്വത്തിലായിരിക്കും ജനങ്ങൾ. അവനാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ. അൽ മുഅ്മിനു മൻ അമിനഹു الناس على دمائهم وأموالهم. فالمؤمن لن يدرك أو لن يدرك حقيقة الإيمان وكمال الإيمان حتى يكون أمينا. ഒരു മുഅ്മിൻ ജനങ്ങൾക്കിടയിൽ അമീനായിരിക്കുന്നതുവരേക്കും അവൻ തന്റെ ഈമാനിനെ തഹ്ഖീഖ് ചെയ്തിട്ടില്ല, തന്റെ ഈമാനിന്റെ പൂർണ്ണതയിൽ അവൻ എത്തിയിട്ടില്ല. ജനങ്ങൾക്കിടയിൽ അവൻ അമീനായിരിക്കും.
അമീനൻ അലാ ദിമാഇൻ നാസി വ അംവാലിഹി, ജനങ്ങൾ അവനെ തൊട്ട് സുരക്ഷിതരായിരിക്കും. അപ്പൊ തങ്ങളുടെ രക്തം ചിന്തപ്പെടും, തങ്ങൾ അന്യായമായി കൊണ്ട് ആക്രമിക്കുമെന്ന ഭയം ജനങ്ങൾക്കുണ്ടായിരിക്കില്ല. അതേപോലെ തങ്ങളുടെ സമ്പത്ത് അപഹരിക്കപ്പെടുമെന്ന ഭയം ജനങ്ങൾക്ക് അവനെ കുറിച്ചുണ്ടായിരിക്കുകയില്ല. അവനാണ് ഒരു മുഅ്മിൻ. മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദക്കറ ഹഖീഖത്തൽ ജിഹാദ്, ജിഹാദിന്റെ യാഥാർത്ഥ്യം എന്താണ്. വമൻ ഹുവൽ മുജാഹിദു ഹഖ്ഖ, ആരാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുജാഹിദ്. ഫഖാല അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹ്, തന്റെ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന, അതായത് ആ സ്വന്തം നഫ്സിനെ അള്ളാഹുവിനോടുള്ള അനുസരണയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അതിനോട് ജിഹാദ് ചെയ്യുന്നവനാണ് മുജാഹിദ്. അൽ മുജാഹിദ്, ഒരു മുജാഹിദ്. ഏറ്റവും ആദ്യം ജിഹാദ് ചെയ്യേണ്ടത് സ്വന്തം നഫ്സിനോടാണ്. അപ്പൊ സ്വന്തം നഫ്സ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ എപ്പോഴും കൂടെയുള്ള ശത്രു. يبدأ بهذا العدو الذي هو ملازم للإنسان ولا ينفك عن الإنسان في هله وسفره في سره وعلانيته. هذا العدو ملازم لك. ഏറ്റവും ആദ്യം ജിഹാദ് ചെയ്യേണ്ടത് നമ്മുടെ കൂടെ സദാസമയമുള്ള ശത്രുവിനോടാണ്. നമ്മുടെ രഹസ്യത്തിൽ നമ്മുടെ കൂടെയുണ്ട്, പരസ്യത്തിലും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ യാത്രകളിൽ നമ്മുടെ കൂടെയുണ്ട്, അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെയുണ്ട്. അതായത് സദാസമയം നമ്മുടെ കൂടെ തന്നെയുള്ള ശത്രുവിനോടാണ് ഏറ്റവും ആദ്യം ജിഹാദ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തം നഫ്സാണ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മൻ റഹിമ റബ്ബി. തീർച്ചയായും മനസ്സ് അത് മോശമായ പ്രവർത്തികൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. പത്രത്തിലുള്ള നഫ്സിനോട് ആണ് ഏറ്റവും ആദ്യം ജിഹാദ് ചെയ്യേണ്ടത്. പുറത്തു നിന്നുള്ള ശത്രുവിനോട് ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ആദ്യമായി കൊണ്ട് മുൻഗണന നൽകേണ്ടത് അകത്തുള്ള ശത്രുവിനോട് ജിഹാദ് ചെയ്യുന്നതിലാണ്. തുജാഹിദു നഫ്സക അലാ ത്വാഅത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനോടുള്ള ത്വാഅത്തിലായി തന്റെ നഫ്സിനെ പിടിച്ചു നിർത്താൻ ആ നഫ്സിനോട് നീ ജിഹാദ് ചെയ്യുക. فإن هذه النفس تحتاج إلى جهاد عظيم. അങ്ങേയറ്റത്തെ ജിഹാദ് ഈ നഫ്സിന് ആവശ്യമാണ്. ഈ നഫ്സിന് നേരെ ജിഹാദ് ചെയ്യേണ്ടത് അങ്ങേയറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വല്ലാഹു ജല്ല വഅല യഖൂൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ ഐ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ അവരെ എന്ത് ചെയ്യും? അല്ലാഹു തആല ലനഹ്ദിയന്നഹും സുബുലനാ, ലനഹ്ദിയന്നഹും സുബുലനാ, അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യും. ഏറ്റവും ആദ്യത്തെ ജിഹാദ് സ്വന്തം നഫ്സിനോടാണ്. അതായത് നമ്മുടെ കൂടെ സദാസമയമുള്ള ശത്രുവിനോട്. فعلى قدر جهادك لنفسك تتمرن هذه النفس على طاعة الله، تعتاد الطاعة وبالتالي تنقاد بعد ذلك ويكون سهلا عليها فعل الطاعات واجتناب المنهيات. അപ്പൊ നമ്മള് സ്വന്തം നഫ്സിനോട് എത്ര കണ്ട് ജിഹാദ് ചെയ്യുന്നുവോ അതിന്റെ കണക്കനുസരിച്ച് നമ്മുടെ നഫ്സ് അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സഞ്ചരിക്കും. ആ കാര്യത്തിൽ അതിന് ശീലിക്കും. അതിനുശേഷം എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അതിനനുസരിക്കാൻ, അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ ആ നഫ്സിന് സഹലായിത്തീരും, എളുപ്പമായിത്തീരും. വൽ മുവഫിഖു വല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു തആലയാണ് തൗഫീഖ് നൽകുന്നവൻ. നസ്അലുല്ലാഹ ജല്ല വ അല യുവഫിഖനാ ലിമാ യുഹിബ്ബുഹു വ യർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ